ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങളെ രണ്ടുപേരെയും സംബന്ധിച്ചിടത്തോളം നല്ല ഹാപ്പി ആയിട്ടുള്ള ഒരു വ്ളോഗാണ്. ഞങ്ങളുടെ കല്യാണത്തിന് ശേഷമുള്ള 3 വർഷത്തെ ഞങ്ങളുടെ ആഗ്രഹവും 1 വർഷത്തെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടുള്ള ഞങ്ങളുടെ കുഞ്ഞു വീടിൻ്റെ പാലുകാച്ചലാണ്. ഇത് പാലുകാച്ചലിൻ്റെ തലേന്ന് ശനിയാഴ്ച വൈകുന്നേരം വെഞ്ചരിപ്പിന് അച്ഛനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ പിന്നെ വരുന്ന വീഡിയോസിലൊക്കെ ഇടാവേ. അപ്പോൾ ചേട്ടായും ചേട്ടയുടെ അനിയനും കൂടെ പള്ളിയിൽ അച്ഛനെ വെഞ്ചരിപ്പിന് വിളിക്കാനായിട്ട് പോയിരിക്കുമായിരുന്നേ. ഇതാണ് ഞങ്ങളുടെ പള്ളിയിലെ അച്ഛനാണ് വന്നിട്ടുണ്ടായിരുന്നത് വെഞ്ചരിപ്പിന്. അപ്പോൾ വൈകുന്നേരം വന്ന് നല്ല സമാധാനമായിട്ട് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഭയങ്കര സന്തോഷമായിരുന്നു. കാര്യം മറ്റുള്ളവരുടെ വീഡിയോസിലൊക്കെ ഇങ്ങനെ പാലുകാച്ചലിൻ്റെയും വെഞ്ചരിപ്പിൻ്റെയൊക്കെ വീഡിയോസൊക്കെ കാണുമ്പം എപ്പോഴെങ്കിലും നമുക്കും ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നേ. അതിന്ന് ദൈവം അനുഗ്രഹിച്ച് നമുക്ക് സാധിച്ചു കിട്ടിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. വെഞ്ചരിപ്പൊക്കെ കഴിഞ്ഞ് ഒരു 10 മിനിറ്റോളം അച്ഛൻ നമ്മുടെ കൂടെ ഇരുന്നിട്ടുണ്ടായിരുന്നേ. വിശേഷമൊക്കെ പറഞ്ഞ് ചായയൊക്കെ കുടിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ കുളിച്ച് റെഡിയായി പാലുകാച്ചലിനുള്ള ഒരുക്കത്തിലായിരുന്നേ. ഒരു ട്രഡീഷണൽ ലുക്ക് രണ്ടുപേരും പിടിച്ചിട്ടുണ്ടായിരുന്നേ. എങ്ങനെയുണ്ടെന്ന് പറയണേ. ഒരാഗ്രഹം കൊണ്ട് ഷർട്ടും മുണ്ടും സാരിയൊക്കെ അങ്ങ് ചുറ്റിയതാണേ. അങ്ങനെ വെഞ്ചരിച്ച് കത്തിച്ച തിരിയിൽ നിന്ന് തീ കൊടുത്തിട്ടാണ് നമ്മൾ പാലൊക്കെ കാച്ചിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സമയത്ത് സത്യം പറഞ്ഞാൽ സന്തോഷവും സങ്കടമൊക്കെ ഒരുപോലെ മനസ്സിൽ വരുന്നുണ്ടായിരുന്നേ. അപ്പം നമ്മുടെ വീടിന് പേരിട്ടിരിക്കുന്നത് എംഷിൽ വില്ലേന്നാണ്. ഇമ്മാനുവലിൽ നിന്നും ശില്പയിൽ നിന്നും തുടങ്ങി എംഷിൽ വ്ലോഗിൽ വന്ന് ഇപ്പോഴേ നമ്മുടെ കുട്ടി എംഷിൽ വില്ലയിൽ വന്ന് നിൽക്കുവാണേ ഞങ്ങൾ. പിന്നെ പാലുകാച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നേ. ചേട്ടയുടെ അമ്മയും കൂടെ ഉണ്ടായിരുന്നു. നമ്മളൊരു 7 മണിയുടെ കുർബാനയ്ക്കാണ് പോയത്. പോയ സമയത്താണെങ്കിൽ നല്ല മഴയും ഉണ്ടായിരുന്നേ. എൻ്റെ പൊന്നെ, കറണ്ടും ഒക്കെ പോയി ആകെ ഒരു ബുദ്ധിമുട്ടായിരുന്നു രാവിലെ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാം ശരിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് ഫുഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. ചിക്കൻ ബിരിയാണി ആയിരുന്നു നമ്മൾ ഓർഡർ ചെയ്യുവാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ചേട്ടയാണെങ്കിൽ അതൊക്കെ ഇളക്കി മറിച്ചൊന്ന് സെറ്റാക്കിയൊക്കെ എടുക്കുമായിരുന്നു. എന്തായാലും നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ഓർഡർ കൊടുത്ത് ഫുഡൊക്കെ മേടിക്കുന്നത്. പക്ഷേ അത് നല്ല ഭക്ഷണമായിരുന്നേ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഏറ്റവും പറയാനുള്ളത് അച്ചാറാണ്. കാര്യം അത്ര അടിപൊളി അച്ചാറായിരുന്നേ. ഞങ്ങളുടെ 2 പേരുടെയും ഫാമിലിയിൽ നിന്നുള്ള ഒരു 20 പേര് മാത്രമുള്ള ചെറിയൊരു ഫംഗ്ഷനാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞങ്ങൾ എൻ്റെ അപ്പായുമായിട്ട് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഏത് സമയവും ഓട്ടത്തിലായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പം കയറി താമസത്തിന് എല്ലാവരെയും വിളിച്ച് നടത്തണമെങ്കിൽ നല്ലൊരു ബഡ്ജറ്റ് നമ്മുടെ കയ്യിൽ വേണം. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴത്തേക്ക് പാലുകാച്ചലൊക്കെ ഇനിയും ഡിലേ ആകും. കാര്യം കടം മേടിച്ചൊരു പരിപാടി നടത്താൻ ഞങ്ങൾക്ക് 2 പേർക്കും താല്പര്യമില്ല. അപ്പം പൈസ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കി വരുമ്പോൾ കുറച്ച് ടൈം പിടിക്കും. ഇത്രയും ലാഗ് അടുപ്പിക്കണ്ടല്ലോ എന്ന് ഓർത്താണ് നമ്മൾ ചെറിയ രീതിക്ക് അങ്ങ് നടത്തിയത്. ഇനിയും ഫംഗ്ഷനുകളൊക്കെ വരുമല്ലോ, അപ്പോൾ അത് നമുക്ക് എല്ലാവരെയും വിളിച്ചൊക്കെ നടത്താം എന്നുള്ളൊരു ചിന്തയിലാണ് ഞങ്ങൾ 2 പേരും. അങ്ങനെ വിരുന്നക്കാരെല്ലാവരും പോയി കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമ്മൾ 2 പേരും ഫുഡൊക്കെ കഴിക്കാനിരിക്കുന്നത്. ഇന്നത്തെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നേ. ഇന്ന് നമ്മുടെ വീട്ടിൽ വന്ന എല്ലാവർക്കും സത്യം പറഞ്ഞാൽ നമ്മുടെ വീട് ഇഷ്ടപ്പെട്ട് അതുപോലെ തന്നെ ഫുഡും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആരും ഒരു കുറ്റവും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കുറേയൊന്നും വീഡിയോസ് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഈ തിരക്കൊക്കെ ആയതുകൊണ്ട്. നമ്മുടെ ഷോർട്ട് വീഡിയോ കണ്ടിട്ട് ഒത്തിരി പേര് നമ്മളെ വിഷസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അവരോടൊക്കെ ഒത്തിരി സ്നേഹമേ. ഇനിയിപ്പോൾ നമ്മുടെ ഈ എംഷിൽ വില്ലയിൽ നിന്നുകൊണ്ടായിരിക്കും നമ്മുടെ എംഷിൽ വ്ളോഗ്സിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നത്. സബ്സ്ക്രൈബും ലൈക്ക് ഷെയറൊക്കെ ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ.